ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങളും കൊണ്ടും നമുക്ക് എങ്ങനെ സന്തോഷകരമായിട്ടും സമാധാനപരമായിട്ടും ഓരോ നിമിഷങ്ങളും നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാം എന്നുള്ള വസ്തുതയെ ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ചിരപരിചിതമായിട്ടുള്ള പക്ഷിയായ കാക്കയെ ആണ് നമ്മൾ കഥാപാത്രമായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്കറിയാം, എല്ലാവരും കാക്കയെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ വീടിന് ചുറ്റുമുള്ള വലിയ വൃക്ഷങ്ങളിലൊക്കെ കാ 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 എന്ന് കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കാക്കയെക്കുറിച്ചുള്ള പാട്ടൊക്കെ നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട് അല്ലേ? നേഴ്സറി പാട്ട്. ഇപ്പോഴത്തെ കുട്ടികൾ നേഴ്സറി പാട്ടായിട്ട് അംഗൻവാടികളിലൊക്കെ പഠിക്കാറുണ്ട്. എന്താണ് ആ പാട്ട്? കാക്കേ കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയൂലേ, കാക്കേ കാക്കേ കൂടെ വീടേ. അല്ലേ? ഈ പാട്ട് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. പക്ഷെ ഇങ്ങനെ കാക്കയെക്കുറിച്ചൊക്കെ പാട്ടൊക്കെ ഉള്ള ഒരു പക്ഷിയാണ് നമ്മുടെ കാക്ക. ആ കാക്കയാണ് നമ്മുടെ കഥാപാത്രം. അതുപോലെ നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ കാക്കയൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ കൊച്ചുകുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞു കുട്ടികളായിട്ടുള്ളവർക്ക് നമ്മുടെ ഭക്ഷണം കൊടുക്കുന്നതും ഈ കാക്കയുടെ കഥ പറഞ്ഞിട്ടും ഒക്കെയാണ് അല്ലേ? അപ്പം ഇങ്ങനെ അമ്മ വളരെ ദുഃഖിച്ച് ഒരു മരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൂടി ഒരു അരയന്നം കടന്നു പോവുകയാണ്. അപ്പം അരയന്നത്തെ കണ്ടപ്പോൾ കാക്കമ്മ പറഞ്ഞു, ഓ എത്ര സന്തോഷവതിയാണ് അരയന്നമ്മേ, നിനക്ക് എത്ര സൗന്ദര്യമുണ്ട്, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ ഒന്ന് നോക്കിക്കേ, ഞാൻ എത്ര കറുത്തിട്ടാണ്, എന്നെ കാണാനും കൊള്ളൂല, എല്ലാവരും എന്നെ കല്ലെറിഞ്ഞ് ഓടിക്കും. അപ്പം ഇത് കേട്ടപ്പം അരയന്നം പറഞ്ഞു, ഇല്ല കാക്കയമ്മേ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനായിരിക്കും ഏറ്റവും വലിയ സൗന്ദര്യവതി എന്നാണ്. പക്ഷെ ഞാൻ തത്തമ്മയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നേക്കാൾ നിറപ്പകിട്ടാർന്ന തൂവലുകളൊക്കെയാണ് തത്തമ്മയ്ക്കുള്ളത്. അതുപോലെ തത്തമ്മയുടെ അത്രയും സൗന്ദര്യം എനിക്കും ഇല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കും നല്ല ദുഃഖമാണ്, ഞാനും വിഷമിച്ചാണ് കഴിയുന്നതെന്ന് പറഞ്ഞു. അരയന്നം ഇങ്ങനെ പറഞ്ഞപ്പോൾ കാക്കയ്ക്കൊരു സംശയം, അരയന്നത്തേക്കാൾ സുന്ദരിയാണോ ഈ തത്തമ്മ? എങ്കിലൊന്ന് പോയി കാണുക തന്നെയെന്ന് ഉറച്ച് തത്തമ്മയെ കാണാനായി കാക്ക പുറപ്പെട്ടു. അങ്ങനെ കാക്ക പറന്ന് തത്തമ്മയുടെ കൂടിനടുത്തെത്തി. തത്തമ്മയെ